വിനോദയാത്രയ്ക്കിടെ അപകടത്തിൽപ്പെട്ട മരിച്ച 9 പേർക്കും നാട് യാത്രാമൊഴി നൽകിയ ദിവസമാണ്. വാൽപ്പാറ ദുരന്തത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോയമ്പത്തൂരിൽ നിന്നാണ് മൃതദേഹം രാവിലെ ആംബുലൻസിൽ നാട്ടിലേക്ക് എത്തിച്ചത്. പൊതുദർശന സമയത്ത് വൈകാരിക രംഗങ്ങളാണ് അവിടെ ഉണ്ടായത്. പാങ്ങെന്ന കൊച്ചു ഗ്രാമം കണ്ട ഏറ്റവും വലിയ അപകടം. 9 പേർക്കും കണ്ണീരോടെയാണ് ഈ നാട് വിട നൽകിയത്. പ്രിയപ്പെട്ട അധ്യാപകർ ഇനി ഓർമ്മകളിൽ. ഇന്നലെ വൈകിട്ട് 5:15 മലപ്പുറം പാങ്ങ് ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപക സംഘം സഞ്ചരിച്ച മിനി വാൻ വാൽപ്പാറയിൽ അപകടത്തിൽപ്പെടുന്നത്. നിയന്ത്രണം വിട്ട വാഹനം 13-ാം ഹെയർപിൻ വളവിലെ സംരക്ഷണ ഭിത്തി തകർത്ത് 9-ാം ഹെയർപിൻ വളവിലേക്ക് പതിച്ചു. വാഹനത്തിലുണ്ടായിരുന്നത് ഡ്രൈവറടക്കം 13 പേർ. 8 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഒരാൾ പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി. പ്രധാനാധ്യാപിക P. അജിത, അധ്യാപികമാരായ റംലത്ത്, ആശ, സുഹ്റയുടെ മകൻ ഹിഷാം, അധ്യാപകനായ അബ്ദുൾ മജീദ്, മജീദിന്റെ ഭാര്യ റുഖിയ, സ്കൂളിലെ പാചകത്തൊഴിലാളി സാജിദ, സമീപ സ്കൂളിലെ അധ്യാപിക ഷക്കീല എന്നിവരാണ് മരിച്ചത്. ആ ഡിവൈഡർ വന്ന് വണ്ടി നേരെ താഴേക്കാ പോണത്. പക്ഷെ അസമയത്തൊരു ശബ്ദം കേട്ടു, വണ്ടിയിലുണ്ടായ ആളുകളുടെ ശബ്ദം. പിന്നെ കേൾക്കുന്നത് വണ്ടി വീണ ശബ്ദം കേൾക്കണേ. അപ്പോൾ തന്നെ അവിടെ കൂടിയ യാത്രക്കാരൊക്കെ ആണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുകയാണ്. കാരണം നമ്മളൊന്നും കൈ വരെ പൊന്തണില്ല, വിളിക്കാൻ കഴിയണില്ല, നടക്കാൻ കഴിയാത്ത മാതിരിയായിപ്പോയി. അത്രയൊരു വിഷമഘട്ടമാണ്. പുലർച്ചെ 3:45 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. പ്രത്യേക ഉത്തരവിറക്കിയാണ് പോസ്റ്റ്മോർട്ടം രാത്രി തന്നെ പൂർത്തിയാക്കിയത്. തുടർന്ന് ഇസ്ലാമിക മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടന്നു. രാവിലെ 6 മണിയോടെ പോലീസ് അകമ്പടിയിൽ 9 ആംബുലൻസുകളിലായി മൃതദേഹങ്ങൾ മലപ്പുറത്തേക്ക് കൊണ്ടുപോയി. രാവിലെ 9 മണി മുതൽ അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം. സംസ്ഥാന സർക്കാരിനു വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ആദരമർപ്പിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.